മക്കളെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് സാർ ഒരു കാര്യം പറയാം. ഒരു ഇറാഷണൽ നമ്പറിനെ ഒരു റാഷണൽ നമ്പറുമായിട്ട് ആഡ് ചെയ്താൽ ഒരു റാഷണൽ നമ്പറുമായിട്ട് ആഡ് ചെയ്താൽ അതും ഇറാഷണലായിരിക്കും. അതായത് ഒരു റാഷണൽ നമ്പറും ഒരു ഇറാഷണൽ നമ്പറുമായിട്ട് ഒരു റാഷണൽ നമ്പർ അവരെ തമ്മിൽ ആഡ് ചെയ്താൽ അത് ഇറാഷണലായിരിക്കും. അവരെ തമ്മിൽ ഡിഫറൻസ് എടുത്താൽ അതും ഇറാഷണലായിരിക്കും. അവരെ തമ്മിൽ ബൈ എടുത്താൽ അതും ഇറാഷണലായിരിക്കും. അവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ അതും ഇറാഷണലായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. ഒരു ഇറാഷണൽ നമ്പറിനെ റാഷണൽ നമ്പറുമായിട്ട് ആഡ് ചെയ്താൽ അത് ഇറാഷണൽ തന്നെയായിരിക്കും. സബ്ട്രാക്റ്റ് ചെയ്താൽ അത് ഇറാഷണലായിരിക്കും. ഡിവൈഡ് ചെയ്താൽ, അതായത് റാഷണൽ നമ്പർ ബൈ ഇറാഷണൽ നമ്പർ അല്ലെങ്കിൽ ഇറാഷണൽ നമ്പർ ബൈ റാഷണൽ നമ്പർ, അതും ഇറാഷണലായിരിക്കും. മൾട്ടിപ്ലൈ ചെയ്താൽ റാഷണൽ നമ്പർ ഇൻറ്റു ഇറാഷണൽ നമ്പർ, അതും ഇറാഷണലായിരിക്കും. അപ്പോൾ ഇതറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ 4-5 ക്വസ്റ്റ്യൻ്റെയും ആൻസർ കണ്ടുപിടിക്കാം. നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വായിച്ചേ. ക്ലാസിഫൈ ദ ഫോളോയിങ് നമ്പേഴ്സ് ആസ് റാഷണൽ ഓർ ഇറാഷണൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 - √5 ആണ്. നമുക്കറിയാം √5 എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. അത് നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ആണ്. √5 നിങ്ങൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയോ. നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ആണ്. അപ്പോൾ √5 ഇറാഷണലാണ്. ഒരു റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് ഉറപ്പായിട്ടും ഇറാഷണലായിരിക്കും. അതിന് സംശയമൊന്നുമില്ല. ഇതൊന്ന് നോക്കിയേ. 3 + √23 - √23. നമുക്കറിയാം ഈ √23യും -√23യും കട്ടായി പോകും. പിന്നെ നമുക്ക് 3 മാത്രമേ ഉള്ളൂ. അതൊരു റാഷണൽ നമ്പറാണ്. ഇവിടെ നോക്കിയേ. ഇവിടെ √7 കട്ടായി പോയാൽ 2/7. 2/7 എന്ന് പറഞ്ഞാൽ അത് p/q ഫോമാണ്. അത് റാഷണലാണ്. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. 1/√2. നമുക്കറിയാം √2 ഇറാഷണൽ നമ്പറാണ്. √2 ഇറാഷണൽ നമ്പർ ആയതുകൊണ്ട് തീർച്ചയായിട്ടും 1/√2 ഇറാഷണൽ തന്നെയായിരിക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 2π. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? പൈ ഒരു ഇറാഷണൽ നമ്പറാണ്. നമ്മളത് ആദ്യമേ പറഞ്ഞതാണ്. സാറിൻ്റെ ആദ്യത്തെ വീഡിയോയിൽ തന്നെ സാർ പറഞ്ഞതാണ് പൈ ഈസ് ആൻ ഇറാഷണൽ നമ്പർ. എന്തുകൊണ്ടാണ് പൈ ഇറാഷണൽ നമ്പർ ആകുന്നത്? നമുക്കെല്ലാവർക്കും പൈയുടെ വാല്യൂ അറിയാം. പൈയുടെ വാല്യൂ 22/7 എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും, അത് അപ്രോക്സിമേറ്റ്ലി പറയുന്നുണ്ടെങ്കിലും, അത് 3.14 എന്നും പറഞ്ഞ് നീണ്ടു പോവുകയാണ്. അങ്ങ് ഡെസിമൽ അങ്ങ് നീണ്ടു പോവും അത് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ പൈ ഒരു ഇറാഷണൽ നമ്പർ ആയതുകൊണ്ട് നമ്മൾ 2 കൊണ്ട് പയ്യെ മൾട്ടിപ്ലൈ ചെയ്താൽ, നമ്മൾ പഠിച്ചു റാഷണൽ നമ്പർ ഇൻറ്റു ഇറാഷണൽ നമ്പർ ഈസ് ആൻ ഇറാഷണൽ നമ്പർ. അപ്പോൾ 2πയും ഒരു ഇറാഷണൽ നമ്പർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും പ്രിൻസിപ്പിൾസ് ബേസിക്കായിട്ട് ഒരു ഇറാഷണൽ നമ്പർ ആരുമായിട്ട് ചേരിയല്ല. അതേസമയത്ത് നമ്മൾ വേറെ എക്സാമ്പിൾ പറയാം. നമുക്ക് √2 ഒരു ഇറാഷണൽ നമ്പറാണ്. ഈ √2നെ √2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താലോ? √2 × √2 ആണ്. ഇത് റാഷണൽ നമ്പറാവും. അപ്പോൾ ഇറാഷണൽ നമ്പറിനെ അതേ ഇറാഷണൽ നമ്പർ കൊണ്ട്, അതായത് സ്ക്വയർ റൂട്ട് എടുക്കുന്ന കേസുകളിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ അത് ഇറാഷണൽ നമ്പറാവും. പക്ഷെ മറ്റൊരു കേസിലും ഇറാഷണൽ നമ്പറെ ആരുമായിട്ടും ഒരു റാഷണൽ നമ്പറുമായിട്ട് കൂട്ടിയാലും കുറച്ചാലും ഗുണിച്ചാലും ഹരിച്ചാലും എല്ലാം അത് ഇറാഷണൽ നമ്പറായിട്ട് മാറും. അപ്പം മക്കൾ ഈ കാര്യം വളരെ ക്ലിയർ ആയിട്ട് നോട്ടായിട്ട് മക്കൾ ഒരു കോളയിട്ട് എഴുതി വയ്ക്കണം. അപ്പോൾ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ഫ്രണ്ട്സിലേക്കും മക്കൾ സാറിൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം.